സമഗ്രയിൽ എങ്ങനെയാണ് ടീച്ചേഴ്സ് പ്ലാൻ തയ്യാറാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ഗൂഗിൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസറിൽ നമ്മൾ സമഗ്ര എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ സമഗ്രയിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ ആദ്യം കാണുന്ന samagra.kite.kerala.gov.in എന്നുള്ള സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യണം. ഒന്നാമത് നമ്മുടെ യൂസർ നെയിമാണ്, നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് യൂസർ നെയിമും ഒപ്പം പാസ്വേഡ്. ഇപ്പം ഞാൻ നേരത്തെ കയറിയത് കൊണ്ട് ഇവിടെ പാസ്വേഡ് ഓൾറെഡി കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ യൂസർ നെയിമിലേക്ക് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. പാസ്വേഡ് ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങൾ പാസ്വേഡ് എൻ്റർ ചെയ്യുക. താഴെ കാണുന്ന ക്യാപ്ച കോഡ് കൃത്യമായി നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സമഗ്രയുടെ പേജിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാം. പിന്നീട് എന്തെല്ലാം കാര്യങ്ങളാണോ സമഗ്രയിലുള്ളത് അതെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാൻ എന്നുള്ള ഭാഗത്തേക്ക് വന്ന് ടീച്ചേഴ്സ് പ്ലാൻ എന്ന് പറയുന്ന ഹെഡിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഓരോ സ്റ്റാൻഡേർഡുകൾ കൊടുത്തിട്ട് 1 to 12 വരെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് ക്ലാസ്സിൻ്റെ പ്ലാനാണോ നമുക്ക് തയ്യാറാക്കേണ്ടതെന്നുള്ളത് നമ്മൾ ക്ലാസ് ആദ്യം സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 4ാം ക്ലാസ്സിൻ്റെ ഒരു പ്ലാനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 4ാം ക്ലാസ്സിൻ്റെ സബ്ജക്റ്റ് ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. താഴെ ഏത് ചാപ്റ്ററിൻ്റെ പ്ലാനാണോ നമ്മൾ തയ്യാറാക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ അടുത്ത പേപ്പർ ബോർഡ്സിൻ്റെ ആണ് തയ്യാറാക്കുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇടതുവശത്തായിട്ട് ലേണിംഗ് ഔട്ട്കംസ് ഏതെല്ലാം ഉണ്ട് എന്നുള്ളത് അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇത് റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൽ ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് ഈ പാഠഭാഗത്തിലുള്ളതെന്നുള്ളത് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇവിടെ ഞാൻ മൈ പ്ലാൻ നേരത്തെ 2 ചെയ്തിട്ടുണ്ട്. 2 പ്ലാൻ ഇതിൽ നിന്നും സെലക്ട് ചെയ്തു. അതിൻ്റെ മൈക്രോ പ്ലാനുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻട്രി ആക്ടിവിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മൈക്രോ പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. തൽക്കാലം നമ്മൾ ഒരു പ്ലാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ലേണിംഗ് ഔട്ട്കംസ് എടുക്കുന്നു. അതിൽ ഓൾ സെലക്ട് ചെയ്യുന്നു. അതിൽ എൻട്രി ആക്ടിവിറ്റി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ട്രാവലോഗ് റൈറ്റിങ്ങിൻ്റെ ആണ് ഞാൻ മൈക്രോ പ്ലാൻ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം അതിന് ട്രാവലോഗ് റൈറ്റിംഗ് എന്ന് പറയുന്ന അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളെല്ലാം താഴേക്ക് വരികയും ഒപ്പം ഇവിടെ എത്ര സമയമാണ് ഇത് പഠിപ്പിക്കേണ്ടതെന്നുള്ളതും അതിനുശേഷം ഒരു കസ്റ്റമൈസ് ബട്ടണും കാണാം. ഇവിടെ കസ്റ്റമൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് പ്ലാൻ ചെയ്യാനൊക്കൂ. അപ്പോൾ ഞാൻ കസ്റ്റമൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ വീണ്ടും ഒരു വിൻഡോ വന്നു. ഇതിൻ്റെ പ്രയോറിറ്റിയും ടൈമും അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് റൈറ്റ് ദ എക്സ്പീരിയൻസ് ഓഫ് ജേണി അതിൻ്റെ യെല്ലോയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുക. തിരുത്തിയിട്ട് ഇത് നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മൈക്രോ പ്ലാൻ അവിടെ വന്നിട്ടുണ്ടാവും. താഴെ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ കാണാം, കണ്ടോ, ട്രാവലോഗ് റൈറ്റിംഗ് എന്നുള്ള ഒരു യൂണിറ്റ് പ്ലാൻ നമ്മൾ മൈ പ്ലാനിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ മൈക്രോ പ്ലാൻ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ മൈക്രോ പ്ലാനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ട്രാവലോഗ് റൈറ്റിങ്ങിന് ഓൾറെഡി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇതിൽ സിസ്റ്റം തയ്യാറാക്കിയിട്ടുള്ള ഒരു യൂണിറ്റ് പ്ലാൻ ഇവിടെ വന്നിട്ടുണ്ടാവും. അത് വെറുതെ അങ്ങ് നമ്മൾ സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുക്കരുത്. പകരം നമ്മളത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ബട്ടൺ ഇവിടെയുണ്ട്, എഡിറ്റ് ബട്ടൺ. അത് എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്രാവലോഗ് റൈറ്റിങ് അതിലെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കണ്ടോ, ആക്ടിവിറ്റി സ്റ്റെപ്പുകൾ, മെൻറ്റേഴ്സ് പ്ലേസ്, വീഡിയോ, ആനിമേഷൻ പ്രോഗ്രാം, ഡോറ. അപ്പോൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റി കൊടുക്കണം, നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്യാം. അത് ബോൾഡാക്കാം. ബോൾഡാക്കി അത് ഇറ്റാലിക്സിൽ ഒന്ന് സ്പെസിഫൈ ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അവിടെ ഓൾറെഡി കളർ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിലെന്തെങ്കിലും എലിസിറ്റ്സ് എന്നുള്ള അതിൽ അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യുക. റെസ്പോൺസസ് എന്നുള്ളത് ഓരോ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുക. നമുക്ക് ഏതെല്ലാം ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ പിക്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ബട്ടനൊക്കെ ഇവിടെ വരും.
ഇവിടെ ഏതെങ്കിലും ഇമേജൊക്കെ നമുക്ക് ഇൻസെർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇൻസെർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിങ്ങനെ ഒരെണ്ണം ഇൻസെർട്ട് ചെയ്തു. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടില്ല. ചിലപ്പോൾ ഇത് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ സിസ്റ്റം ഇതിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവസാനം നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ അപ്ഡേറ്റ് ശരിയാവണമെന്നില്ല. കേട്ടോ, ഫെയിൽഡ് ടു സേവ് മൈക്രോ പ്ലാൻ എന്നുള്ളതാണ് കാണിക്കുന്നത്. നേരത്തെ ചിലതിലൊന്നും അങ്ങനെ വിഷയമില്ലായിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഇമേജുകളൊന്നും അപ്ഡേറ്റ് ചെയ്യേണ്ട, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് കൃത്യമായിട്ട് എന്തെല്ലാം മിസ്റ്റേക്കുകളുണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഇതിനകത്തുണ്ടാവും. വെറുതെ അങ്ങ് കൊടുത്താലുള്ള കുഴപ്പം അതായിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്തെല്ലാമാണോ ഇതിൽ നമ്മൾ മിസ്റ്റേക്കുകൾ പരിഹരിക്കേണ്ടത്, ആഡ് ചെയ്യേണ്ടതെന്നുള്ള ടൈപ്പ് ചെയ്തൊക്കെ നമുക്ക് ചേർക്കാം. ചേർത്തതിന് ശേഷം നമ്മളിതെന്ത് ചെയ്യുക, അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും താഴെ ഈ ട്രാവലോഗ് എന്ന ഭാഗത്ത് മൈക്രോ പ്ലാൻ കാണാം. അത് സെലക്ട് ചെയ്യും. നമ്മൾ സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത കാര്യമാണ് ഇവിടെ കിടക്കുന്നത്. അത് നമ്മൾ സബ്മിറ്റ് ഫോർ അപ്രൂവലിന് കൊടുത്താൽ മതി. അപ്പോൾ സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുക്കുമ്പോൾ ആർ യു ഷുവർ ടു യു വാണ്ട് ടു സബ്മിറ്റ് ദ മൈക്രോ പ്ലാൻ അപ്രൂവൽ എന്നുള്ളത് ഓക്കെ കൊടുത്താൽ അത് അപ്രൂവലായി കാണിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്തത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്യുന്നു. ഇനി ഞാൻ സബ്മിറ്റ് ചെയ്ത ഒരു മൈക്രോ പ്ലാൻ കാണിച്ചു തരാം. അത് അപ്രൂവൽ തന്നിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് അപ്രൂവ്ഡ് എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഉണ്ടോ, അപ്രൂവ്ഡ് എന്നുള്ളത്. ടീച്ചർ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്ത് ടീച്ചർ അപ്രൂവ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കാം. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ.